നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിന് പിന്നിൽ ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട്. പുരാതന കാലത്ത് പയ്യന്നൂർ സ്വദേശിയും വേദപണ്ഡിതനുമായ ഒരു നമ്പി ദിവസവും മൈലുകൾ കാൽനടയായി സഞ്ചരിച്ച് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി വരാറുണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അവശതകൾ ബാധിച്ചപ്പോൾ തന്റെ പ്രിയപ്പെട്ട ദേവനെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്ന സങ്കടം അദ്ദേഹത്തെ തളർത്തി. ഭക്തന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞ ഭഗവാൻ തന്റെ ചൈതന്യം ഭക്തൻ കൊണ്ടുവന്ന ശംഖിൽ ആവാഹിച്ചു കൊടുത്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യാത്രക്കിടയിൽ നിലവിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആൽമരച്ചുവട്ടിൽ ശംഖ് വെച്ച് അദ്ദേഹം ദേഹശുദ്ധി വരുത്താൻ പോയി. തിരികെ എത്തിയപ്പോൾ ശംഖ് കമിഴ്ന്നു കിടക്കുന്നതായും അതിലെ പവിത്രമായ തീർത്ഥജലം ഭൂമിയിൽ പതിച്ചതായും അദ്ദേഹം കണ്ടു. ശ്രീ രാജരാജേശ്വര ചൈതന്യം ഭൂമിയിൽ ലയിച്ച ഈ പുണ്യഭൂമി പിന്നീട് നമ്പ്യാത്രക്കോവൽ എന്ന പേരിൽ പ്രശസ്തമായി. നമ്പിയുടെ യാത്രാമധ്യേ ചൈതന്യം പതിച്ച കോവൽ എന്നതാണ് ലോപിച്ച് നമ്പ്യാത്രക്കോവലായി മാറിയത്. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലെ അതേ ശക്തിസ്ഥായി ഭാവമാണ് ഇവിടെയും കുടികൊള്ളുന്നത്. ഇതിനാൽ തന്നെ രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ നെയ്യമൃത്, ഉമാമഹേശ്വര പൂജ എന്നിവ ഈ ക്ഷേത്രത്തിലും അതീവ പ്രാധാന്യത്തോടെ നടത്തിവരുന്നു. തളിപ്പറമ്പിൽ വഴിപാട് നടത്തിയാൽ ലഭിക്കുന്ന അതേ ഫലസിദ്ധി പയ്യന്നൂരിലെ ഈ പുണ്യസങ്കേതത്തിലും ഭക്തർക്ക് ലഭിക്കുമെന്നതാണ് ക്ഷേത്രത്തിന്റെ സവിശേഷത. പയ്യന്നൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിത്യേന നൂറുകണക്കിന് ഭക്തരാണ് ദർശനത്തിനായി ഇവിടെ എത്തുന്നത്. 18 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്ന ഒരു കലോത്സവ മഹോത്സവമാണ്. അത് വളരെ ഗംഭീരമായിട്ട് നടത്താനുള്ള ഒരു പരിപാടി ഏപ്രിൽ 13 മുതൽ നടന്നു വരികയാണ്. ഏപ്രിൽ 20 ഇതിൽ വിവിധമായ കലശകുംഭം, പിന്നെ ദേവനെ പൂജിച്ച ഈ കോയിൻസ്, ബ്രാസ് കോയിൻസ്, വെള്ളി കോയിൻസ് എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം വളരെ ഊർജിതമായ രീതിയിൽ സംഗതികളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെ സഹകരണം, ഭക്തജനങ്ങളുടെ സഹകരണം കിട്ടുന്നതിന് കമ്മിറ്റി നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം 18 വർഷത്തിന് ശേഷം നടക്കുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവമാണ് ഇപ്പോൾ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏപ്രിൽ 13 ആരംഭിച്ച അഷ്ടബന്ധ നവീകരണ കലശം വളരെ ഭക്ത്യാദരപൂർവ്വം ശ്രീ തെക്കനെഴുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് അവരുടെ കാർമ്മികത്വത്തിൽ നടന്നു വരികയാണ്. തളിപ്പറമ്പ് വരെ പോകാൻ കഴിയാത്ത പ്രായമായവർക്കും രോഗികൾക്കും ഒരു ആശ്രയമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. പൗരാണികത വിളിച്ചോതുന്ന ക്ഷേത്രച്ചുവരുകളും ശാന്തമായ അന്തരീക്ഷവും ഭക്തർക്ക് ആത്മീയ അനുഭൂതിയാണ് പകരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.